ഹലോ ഹായ്, ഇന്നൊരു സവാള വെച്ചിട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് തീ പോലും കത്തിക്കണ്ട ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സാദാ പച്ചവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് കേട്ടോ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. സവാള കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ റിങ്സ് പോലെ കിട്ടണം. അതിനാണ് കേട്ടോ ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം സ്ട്രെയിനറിലേക്ക് മാറ്റി. സ്ട്രെയിനറിൽ നിന്ന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബൗളിലേക്ക് മാറ്റാനായിട്ട്. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ നീരെല്ലാം പോയി വെള്ളമെല്ലാം വറ്റി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തെടുക്കുന്നത്. എരിവുള്ള മുളക് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ. അത് നന്നായിട്ട് ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. അതോട് ചേർത്തെടുക്കാം. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് അതോട് ചേർത്തെടുക്കാം. പിന്നെ ഒഴിച്ചെടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സവാളയിലേക്ക് ഉപ്പും മുളക് പൊടിയും പിന്നെ ഓയിലും എല്ലാം കൂട്ടി ചേർന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.